കോൺഗ്രസ് കൗൺസിലർ മാനസികമായി ബുദ്ധിമുട്ടിച്ചെന്ന് തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ ജീവനൊടുക്കിയ വ്യാപാരി ദിലീപിന്റെ കുറിപ്പ്. നെയ്യാറ്റിൻകര മുനിസിപ്പാലിറ്റിയിലെ കൗൺസിലർ ഗ്രാമം പ്രവീണിനെതിരെയാണ് ആരോപണം. ഞാൻ ഇന്നലെ ഇവിടെ മൊഴി കൊടുക്കാൻ വന്നപ്പോൾ ഞാൻ ആളുടെ പേര് ഗ്രാമപ്രവീണിൻ്റെ പേര് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം എൻ്റെ ചേട്ടൻ പറഞ്ഞതനുസരിച്ച് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നു എന്നുള്ളത് പറഞ്ഞതനുസരിച്ച് ഞാൻ ഇന്നലെ മൊഴി കൊടുത്തു. ഇന്ന് മരണം ആ കുറിപ്പ് വായിച്ചപ്പോൾ അതിലും ഒരു കൗൺസിലറുടെ പേര് പരാമർശിച്ചിട്ടുണ്ട്. സത്യസന്ധമായ ഒരു അന്വേഷണം നടത്തി അതിനുള്ള നടപടി ഉണ്ടാക്കുമെന്ന് പോലീസ് പറഞ്ഞിട്ടുണ്ട്. ആ നടപടിയിൽ മേൽ വന്നില്ലെങ്കിൽ ഇനിയുള്ള അടുത്ത നടപടിയായിട്ട് ഞാൻ മുന്നോട്ട് പോകും. ആരോപണം നിഷേധിച്ച ഗ്രാമം പ്രവീൺ മാനനഷ്ടത്തിന് കേസ് കൊടുക്കുമെന്നും വ്യക്തമാക്കി. ഈ ആരോപണത്തിൽ ഒരു ശരിയുമില്ല. കാരണം ഇതിൻ്റെ പിന്നിൽ ചില രാഷ്ട്രീയ പ്രവർത്തകരും ചില അല്ലാതെയുള്ള വ്യക്തികളാണ് ഈ ആരോപണം ഉന്നയിക്കുന്നത്. എനിക്കെതിരെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ആളാണ്, സ്വതന്ത്രനായിട്ട് മത്സരിച്ച് 4ാം സ്ഥാനത്ത് പോയ ആളാണ്, പുള്ളിയുടെ ജ്യേഷ്ഠനാണ്. എനിക്ക് ആ കുടുംബവുമായിട്ട് ചില സാമ്പത്തിക ഇടപാടുകൾ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുമായി ബന്ധപ്പെട്ട് എന്നെ സമീപിക്കുകയുണ്ടായി. അത്രമാത്രമേ എനിക്ക് ബന്ധമുള്ളൂ. എനിക്ക് സംഭവിച്ച മാനനഷ്ടത്തിനെതിരെ ഞാൻ കേസ് കൊടുക്കുകയും ചെയ്യും. ഇന്നലെയാണ് ദിലീപിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഹാൻസ് ആണ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത്. ഹാൻസ്, എന്തായാലും കുറിപ്പിൽ നിർണായകമായിട്ടുള്ള വിവരങ്ങളാണ്. അതിനെ നിഷേധിക്കുകയാണ് ഗ്രാമം പ്രവീൺ ചെയ്തിരിക്കുന്നത്. ഈ ഒരു മരണം അതിൽ എന്തെങ്കിലും രാഷ്ട്രീയപരമായിട്ടുള്ള പങ്കുണ്ട് എന്നാണോ പറയുന്നത്? എന്താണ് മറ്റു വിവരങ്ങൾ? സ്വാതി, വ്യക്തിപരമായ പ്രശ്നങ്ങൾ മൂലം ദിലീപ് ജീവനൊടുക്കി എന്നാണ് പ്രാഥമികമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇദ്ദേഹത്തിന് മരിച്ച ദിലീപിന് 25 ലക്ഷം രൂപയുടെ അധികം സാമ്പത്തിക ബാധ്യത ഉണ്ടായിരുന്നു. പക്ഷേ അതിന് കൂടാതെ തന്നെ ഈ ഗ്രാമം വാർഡിലെ കൗൺസിലറായിട്ടുള്ള ഗ്രാമം പ്രവീൺ മാനസികമായി ബുദ്ധിമുട്ടിച്ചു എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കുറിപ്പിൽ ഇത്തരം കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാണ് പ്രവീണിൻ്റെ സഹോദരൻ രതീഷ് ഇപ്പോൾ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇന്നലെയാണ് നെയ്യാറ്റിൻകര ടൗണിനോട് ചേർന്നിട്ടുള്ള മരത്തിൽ ദിലീപിനെ ജീവനൊടുക്കി നിലയിൽ കണ്ടെത്തിയത്. തുടർന്ന് ഇയാളുടെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ ഇയാളുടെ പക്കലുണ്ടായിരുന്ന കുറിപ്പും പോലീസ് കണ്ടെത്തി. ഈ കുറിപ്പ് രതീഷിന് വായിക്കാൻ നൽകിയപ്പോഴായിരുന്നു ഇത്തരം പരാമർശങ്ങൾ ജ്യേഷ്ഠൻ നടത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം രതീഷിന് മനസ്സിലായത്. ഒപ്പം തന്നെ കഴിഞ്ഞ കാലയളവിൽ ഇതുമായി ബന്ധപ്പെട്ട് തനിക്ക് സാമ്പത്തിക ബാധ്യത ഉണ്ടെന്നും പക്ഷേ അതിനേക്കാൾ ഉപരി ഈ ഗ്രാമം വാർഡിലെ കൗൺസിലറായിട്ടുള്ള ഗ്രാമം പ്രവീൺ മാനസികമായി ബുദ്ധിമുട്ടിക്കുന്നുണ്ട്, അത് വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ ജ്യേഷ്ഠൻ പറഞ്ഞിരുന്നു എന്നുള്ള കാര്യം കൂടി രതീഷ് വ്യക്തമാക്കിയത്. പക്ഷേ എന്നാൽ ഈ വിഷയം പൂർണ്ണമായും നിഷേധിക്കുകയാണ് ഗ്രാമം പ്രവീൺ. രാഷ്ട്രീയ പ്രേരിതമാണ് ഇത്തരം ആരോപണങ്ങൾ. തനിക്ക് സാമ്പത്തികമായി ബന്ധപ്പെട്ട് ഈ കുടുംബത്തിന് സാമ്പത്തികമായി ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. ആ സമയത്ത് ഈ പ്രശ്നങ്ങളിൽ ഇടപെട്ടതല്ലാതെ ഈ പറയുന്ന തരത്തിൽ താനൊരു തരത്തിലുള്ള മാനസിക ബുദ്ധിമുട്ടും ദിലീപിന് ഉണ്ടാക്കിയിരുന്നില്ല എന്നാണ് പ്രവീൺ പറയുന്നത്. ഒപ്പം തന്നെ തനിക്കെതിരെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നവർക്കെതിരെ മാനനഷ്ട കേസ് കൊടുക്കുമെന്നും പ്രവീൺ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും ദിലീപിന്റെ മരണവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ശരി ഹാൻസ്.